പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് വളരെ നല്ലൊരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. ഇന്ത്യ ആദ്യത്തെ മെഡൽ അവിടെ ഉറപ്പിക്കുകയാണ്. ഷൂട്ടിങ്ങിലാണ് ആദ്യ മെഡൽ ഇന്ത്യ ഉറപ്പിക്കുന്നത്. പാരീസിൽ നിന്ന് ശുഭവാർത്ത ഇതാ എത്തുകയാണ്. മെഡൽ ഉറപ്പിക്കുന്നു. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ അത് ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഏത് മെഡലാണ് എന്ന കാര്യത്തിൽ മാത്രം ഉള്ള ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഷൂട്ടിങ്ങിൽ മനു ഭാകർ മെഡൽ ഉറപ്പിച്ചിരിക്കുകയാണ്. റിജിൽ രാജ് വിവരങ്ങളുമായി ചേരുന്നത്. റിജിൽ, ആദ്യ മെഡൽ എന്ന സ്വപ്ന നേട്ടത്തിലേക്ക് എത്തുകയാണ് മനു ഭാകർ. റിജിൽ രാജ്. രതീഷ്, തീർച്ചയായും പാരീസിൽ നിന്ന് ഇന്ത്യ ആദ്യ മെഡൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി അതേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും പാരീസിൽ ആദ്യ മെഡൽ ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കാത്തിരുന്ന ഒരു മെഡൽ ഷൂട്ടിങ്ങിലൂടെ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. മനു ബേക്കർ രാജ്യത്തിൻ്റെ അഭിമാന താരമായി പാരീസിൽ മാറിയിരിക്കുകയാണ്. അത് ഇനി ഏതാകും മെഡൽ, വെള്ളിയാകുമോ അതോ വെങ്കലമാകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഞായർ വളരെ മധുരമുള്ളത് തന്നെയാകുകയാണ്. ദക്ഷിണ കൊറിയൻ താരങ്ങളുടെ വെല്ലുവിളി മറികടന്നുകൊണ്ടാണ് ഇന്ത്യയുടെ മുന്നേറ്റം. എന്തായാലും ചൈനീസ് താരങ്ങളുടെ വെല്ലുവിളി മറികടന്നാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക്. നിലവിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണുള്ളത്. ഇന്ത്യൻ താരം വെങ്കല മെഡൽ എന്ന രീതിയിലേക്ക് തന്നെ ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇനി അത് മറികടന്നുകൊണ്ട് വെള്ളിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് വെള്ളിയോ വെങ്കലമോ എന്നറിയാൻ ബാക്കിയുള്ളത്. രതീഷ്, മനു ഭാകർ, ഇന്ത്യക്ക് ആദ്യ മെഡൽ പാരീസിൽ നിന്ന് വെടിവെച്ചിടുകയാണ്. ഷൂട്ടിങ്ങിൽ ഇന്ത്യ ഒരു മെഡൽ ഉറപ്പിക്കുന്നു. ഇന്ത്യക്ക് പാരീസിൽ ആദ്യ മെഡൽ എന്ന ശുഭവാർത്തയാണ് മനു ഭാകർ ആദ്യ മെഡൽ നേടുന്നുവെന്ന ശുഭവാർത്തയാണ് അവിടെ വരുന്നത്. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ ഇന്ത്യ ഉറപ്പിക്കുകയാണ്. റിജിൽ, വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ത്യൻ സംഘം പാരീസിലേക്ക് എത്തുന്നു. ഇന്നലെ തന്നെ മനു ഭാകറിലൂടെ ഒരു മെഡൽ നേട്ടം നമ്മൾ പ്രതീക്ഷിതമാണ്. എത്രത്തോളം നല്ല മെച്ചപ്പെട്ട മികച്ച പ്രകടനമാണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഇന്നലെ തന്നെ കടുത്ത വെല്ലുവിളി മറികടന്നുകൊണ്ടാണ് മനു ഭാക്കർ മുന്നേറിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഇന്നലെ 5ാം സ്ഥാനത്താണ് മനു ഭാക്കർ യോഗ്യതാ റൗണ്ടിൽ ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യവുമായിരുന്നു. ഇന്ന് തുടക്കം മുതൽ തന്നെ മുന്നേറാൻ, അതായത് ഇന്നലത്തേക്കാൾ പ്രകടനം മെച്ചപ്പെടുത്താൻ താരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഈ ഒരു മെഡൽ നേട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇന്നലെ 5ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇന്ന് തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ മനു ബേക്കറിന് അനുകൂലമായിരുന്നു. 2ാം സ്ഥാനവും 3ാം സ്ഥാനവും അതിന് പിന്നോട്ട് ഒരു ഘട്ടത്തിൽ പോലും, അതായത് ആദ്യ റൗണ്ട് മുതൽ പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകാൻ മനു ബേക്കർ പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കളിയുടെ ഫൈനൽ മത്സരം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും മനു ബേക്കർ മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെഡൽ എന്തായാലും ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനു ബേക്കറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒളിമ്പിക്സിലാണ് ആ താരം അരങ്ങേറ്റം കുറിച്ചത്. ആ ഒളിമ്പിക്സിൽ പക്ഷേ നിരാശയായിരുന്നു ബലം. പക്ഷേ ഇക്കുറി അങ്ങനെ ആയിരുന്നില്ല. 22ാം വയസ്സിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ സമ്മാനിക്കുക, ആ ഒരു അഭിമാന നേട്ടത്തിന് തൊട്ടരികിലാണ് ഇപ്പോൾ താരമുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ അതാണിപ്പോൾ നേടാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും അതിലേക്ക് എത്തുക തന്നെയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി കാത്തിരുന്നാൽ തന്നെ ഈ മത്സരം പൂർണ്ണമാകും. അതുകൊണ്ട് തന്നെ ആ കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ഇപ്പോൾ ഉള്ളത്. രതീഷ്, വളരെ നിർണായകമായൊരു ചുവടുവയ്പ്, വലിയ നേട്ടമാണ് പാരീസിൽ ഇന്ത്യയെ കാത്തിരിക്കുന്ന. ഒരു മെഡൽ ഉറപ്പിച്ചിരിക്കുന്നു. 10 മീറ്റർ എയർ റൈഫിൾസിൽ ഇപ്പോൾ മനു ഭാകർ മെഡൽ ഉറപ്പിച്ചിരിക്കുകയാണ്. 2 പതിറ്റാണ്ടിടെ ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യ വനിതാ താരം. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ താരമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിടയിൽ ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഫൈനലിലേക്ക് എത്തുന്നത്. യോഗ്യതാ റൗണ്ടിൽ നേടിയ 3ാം സ്ഥാനം മെഡൽ പ്രതീക്ഷ നിലനിർത്തുന്നു. ഇപ്പോൾ മെഡൽ ഉറപ്പിക്കുകയാണ് മനു ഭാകർ. വെങ്കല മെഡൽ, ഇന്ത്യക്ക് വെങ്കലം സ്ഥിരീകരിക്കാമോ റിജിൽ? തീർച്ചയായും. അതായത് ഇന്ത്യക്ക് ആദ്യ മെഡൽ ഇന്ത്യ ഉറപ്പാക്കുന്നു. വെങ്കല മെഡലുമായി ഷൂട്ടിങ്ങിൽ ഇന്ത്യ ഒരു മെഡൽ എഴുതിടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാരീസിൽ നിന്ന് ആദ്യ മെഡൽ എത്തിയിരിക്കുന്നു. അത് മനു ഭാക്കറിലൂടെ വെങ്കല മെഡൽ ഇന്ത്യ സ്വന്തമാക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നേട്ടം തന്നെയാണ്. കാരണം രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിഗത ഇനത്തിൽ 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ താരം ഈ ഇനത്തിൽ ഫൈനലിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ വലിയ നിരാശയോടെ മടങ്ങുന്ന മനു ഭാക്കറിനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇക്കുറി അങ്ങനെയല്ല.
ഇക്കുറി തുടക്കം മുതൽ തന്നെ അതായത് യോഗ്യതാ റൗണ്ടിലെ മികച്ച പ്രകടനം അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുത്തുകൊണ്ട് ഫൈനൽ റൗണ്ടിൽ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ജൂനിയർ ചാമ്പ്യൻഷിപ്പ് മുതൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട താരം, അത് ലോകകപ്പിലുടനീളം തന്നെ അദ്ദേഹത്തിൻ്റെ മെഡൽ നേട്ടം ഈ താരത്തിൻ്റെ മെഡൽ നേട്ടം നമ്മൾ കണ്ടതാണ്. അത് ഒളിമ്പിക്സിൽ ഒന്നുകൂടി ഇന്ത്യക്ക് ഒരു അഭിമാന മുഹൂർത്തം കൂടി താരം സമ്മാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യ മെഡൽ മനു ഭാക്കറിലൂടെ ഇന്ത്യ സ്വന്തമാക്കുന്നു. ഷൂട്ടിങ്ങിൽ ഇന്ത്യ ഒരു മെഡൽ, ഇന്ത്യ കാത്തിരുന്ന ഒരു മെഡലാണ്. വ്യക്തിഗത ഇനത്തിൽ 2 പതിറ്റാണ്ടിനിപ്പുറം ഒരു വനിതാ താരത്തിലൂടെ ഇന്ത്യ മെഡൽ നേട്ടത്തിലേക്ക് എത്തുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം കൂടിയാണ്. ലോകകപ്പിൽ 9 സ്വർണം നേടിയ താരമാണ്. യൂത്ത് ഒളിമ്പിക്സിൽ ഒരു സ്വർണം നേടിയിട്ടുണ്ട്. ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ 4 സ്വർണം. ഇങ്ങനെ 19 മെഡലുകൾ നേരത്തെ തന്നെ അക്കൗണ്ടിലാക്കിയ താരമാണ് മനു ഭാക്കർ. അതിൻ്റെ തുടർച്ചയെന്നോണം ഒളിമ്പിക്സ് പോലെ ഇന്ത്യ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു മത്സരത്തിൽ ഷൂട്ടിങ്ങിൽ നിന്ന് ഇന്ത്യ ഒരു മെഡൽ കൊയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രതീഷ് നൽകിയത് ഒളിമ്പിക്സിന്റെ 2ാം ദിനം ഇന്ത്യക്ക് ആദ്യത്തെ മെഡൽ, അത് വെങ്കല മെഡലാണ്. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായി മനു ഭാക്കർ മാറുകയാണ്. മനം നിറച്ച മനു ഭാക്കർ അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു വെള്ളി ലഭിക്കുമെന്ന്. പക്ഷേ കൊറിയൻ താരവുമായി നേരിയ വ്യത്യാസത്തിനാണ് ആ വെള്ളി മെഡൽ മനുവിന് നഷ്ടമായത്. 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറിന് വെങ്കലം. അങ്ങനെ ഒളിമ്പിക്സിന്റെ 2ാം ദിവസത്തിൽ പുതുചരിത്രം എഴുതുകയാണ് ഇന്ത്യക്ക് വേണ്ടി മനു ഭാക്കർ. മൊത്തം 580 പോയിന്റ് നേടിയാണ് 3ാം സ്ഥാനത്ത് വെങ്കല മെഡൽ ഉറപ്പാക്കി മനു ഭാക്കർ ഫിനിഷ് ചെയ്തത്. റിജിൽ രാജ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. റിജിൽ, വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ റൗണ്ടിൽ പോലും ഒരു പക്ഷേ വെള്ളി നേടിയേക്കാമെന്ന് വരെ നമ്മൾ വിചാരിച്ചതാണ്. പക്ഷേ ലാസ്റ്റ് വളരെ നേരിയ ഒരു മാർജിനാണ് കൊറിയൻ താരവുമായി മനു പുറകിലേക്ക് പോയത്. തീർച്ചയായിട്ടും ആര്യ, ഒരു വെള്ളി പ്രതീക്ഷയിൽ നിന്ന് വെങ്കലം. പക്ഷേ നിരാശയില്ല, കാരണം ഇന്ത്യ ഈ ഒളിമ്പിക്സിൽ നേടുന്ന ആദ്യ മെഡലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മധുരമുള്ള ഒരു നേട്ടം തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് യോഗ്യതാ റൗണ്ടിൽ പുറത്തെടുത്ത മികവ് അതിനേക്കാൾ കൂടി മെച്ചപ്പെടുത്തുന്ന ഒരു പ്രകടനവുമായാണ് ഇക്കുറി മനു ഭാക്കർ വെങ്കലത്തിലേക്ക് എത്തിയത്. 221 പോയിന്റ്, ഏതാണ്ട് പോയിന്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ തന്നെ അദ്ദേഹം വെങ്കല മെഡലിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടം തന്നെയാണ് മനു ഭാക്കറിലൂടെ ഇന്ത്യ സ്വന്തമാക്കിയത്. 22 വയസ്സുകാരിയാണ്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ നിരാശയോടെ മടങ്ങുന്ന മനു ഭാക്കറിനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇക്കുറി വെങ്കല മെഡലുമായി ഇന്ത്യയുടെ അഭിമാന താരമായി നിൽക്കുകയാണ് മനു ഭാക്കർ. ദക്ഷിണ കൊറിയൻ നോക്കൂ, ഇപ്പം ആ മാർജിൻ വ്യത്യാസം നോക്കൂ റിജിൽ. അതായത് 10.3 മനു ഭാക്കർ, കൊറിയൻ താരം 10.5, അതായത് 0.1 അതാണ് വെങ്കലവും. നമ്മുടെ ഇന്ത്യയുടെ വെങ്കലവും വെള്ളിയും തമ്മിലുള്ള വ്യത്യാസം 0.1. തീർച്ചയായിട്ടും കടുത്ത പോരാട്ടം തന്നെയാണ് തുടക്കം മുതൽ കണ്ടത്. അത് തീർച്ചയായിട്ടും ഈ ഫൈനൽ മത്സരത്തിൻ്റെ ആവേശം ഇരട്ടിപ്പിച്ചു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു പോരാട്ടം മറികടന്നുകൊണ്ടാണ് ഇത്തവണ വെങ്കലത്തിലേക്ക് മനു ഭാക്കർ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു കനത്ത പോരാട്ടം ഈ ഘട്ടത്തിൽ നടന്നു എന്ന് തന്നെ നമുക്ക് ഈ മത്സരം കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ആദ്യ ഷോട്ടിൽ തന്നെ 2ാം സ്ഥാനത്തെത്താൻ താരത്തിന് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിലെല്ലാം തന്നെ ഒരു വെള്ളി നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. ഫൈനൽ പോരാട്ടത്തിൽ 4 താരങ്ങൾ ബാക്കിയായപ്പോൾ 1ാം സ്ഥാനത്തെത്താൻ 1.3 പോയിന്റുകൾ കൂടി ആ ഘട്ടത്തിൽ താരത്തിന് മതിയായിരുന്നു. എന്തായാലും അവസരങ്ങളിലാണ് താരം വെങ്കല മെഡലിലേക്ക് പിന്തള്ളപ്പെട്ടത്. പക്ഷേ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം, 2 പതിറ്റാണ്ടിനിപ്പുറം ഫൈനലിലേക്ക് കടക്കുന്ന മനു ഭാക്കർ ആണ് ഇന്നലെ നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് മെഡലുമായി ഇന്ത്യയുടെ അഭിമാന താരം എന്ന രീതിയിൽ തന്നെ മനു ഭാക്കർ മാറിയിരിക്കുന്നു. ഏറ്റവും അതിശക്തമായൊരു പോരാട്ടം മറികടന്നുകൊണ്ടാണ് ഈ വെങ്കല മെഡൽ നേട്ടം എന്നുള്ളത്. ഈ നേട്ടത്തിൻ്റെ തിളക്കമേറ്റുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2ാം ദിനത്തിലാണ് മെഡൽ പറന്നിരിക്കുന്നത്. ഷൂട്ടിങ്ങിൽ ഇന്നലെ മനു ഭാക്കറിൻ്റെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ നിരാശയുടെ ദിനമായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഇന്നത്തെ ഈ ദിനത്തിൽ ഇന്ത്യക്ക് മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മനു ഭാക്കറിലൂടെ ഇന്ത്യ 2ാം ദിനത്തിൽ തന്നെ മെഡൽ വേട്ടയ്ക്ക് തുടക്കമിടുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും മത്സരങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നാളെ അടക്കം ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് കൂടുതൽ മെഡലുകൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും ഇന്ന് ഈ മെഡൽ വേട്ടയ്ക്ക് ഇന്ത്യ തുടക്കം കുറിച്ചിരിക്കുന്നത് മനു ഭാക്കറിലൂടെയാണ്. 3ാം സ്ഥാനത്ത് ഷൂട്ടിങ്ങിൻ്റെ ഫൈനലിൽ 3ാം സ്ഥാനവുമായി വെങ്കല മെഡലുമായാണ് ഇന്ത്യയുടെ ആദ്യ മെഡൽ മനു ഭാക്കർ സമ്മാനിച്ചിരിക്കുന്നത്. ആര്യ,
തീർച്ചയായും പൊന്നുപോലൊരു വെങ്കലം, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം ഈ ചരിത്ര നിമിഷത്തെ. രണ്ടാം ദിവസം ഒളിമ്പിക്സ്, പാരീസിൽ ഒളിമ്പിക്സിന് തുടക്കമായി രണ്ടാം ദിവസം രാജ്യത്തിന് ആദ്യത്തെ മെഡൽ എത്തുകയാണ്. പുതിയ ചരിത്രമാണ് മനു ഭാക്കർ പാരീസിൽ എഴുതി തീർക്കുന്നത്. ഇന്ത്യയുടെ മെഡൽ മുഴക്കം ഒളിമ്പിക്സിൽ തുടങ്ങുകയാണ്. ഷൂട്ടിംഗിൽ മനു ഭാക്കറിന് വെങ്കലം ലഭിക്കുകയാണ്. 10 മീറ്റർ എയർ പിസ്റ്റളിൽ വനിതാ വിഭാഗത്തിൽ ആണ് ഇന്ത്യയുടെ ഈ മെഡൽ വേട്ട. സ്വർണവും വെള്ളിയും തെക്കൻ കൊറിയയുടെ താരങ്ങൾക്കാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മനു ഭാക്കറിന്റെ ക്വാളിഫിക്കേഷനപ്പുറം വലിയ നേട്ടങ്ങൾ. ഹോക്കിയിൽ ജയിച്ചു, ന്യൂസിലൻഡിനെതിരെ 3-2 ജയിച്ചു. പക്ഷേ നേട്ടങ്ങൾ, മെഡലുകൾ ഇന്നലെ നമുക്ക് ലഭിച്ചിരുന്നില്ല. പക്ഷേ രണ്ടാം ദിവസം നമുക്ക് പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പാരീസിൽ നിന്ന് പുതിയ ചരിത്രം, ഒരു ഇന്ത്യൻ വനിത, അതും ഷൂട്ടിങ്ങിൽ ആദ്യത്തെ മെഡൽ ഇന്ത്യക്ക് ചരിത്രമെഴുതി മനം നിറച്ച് മനു നൽകുകയാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ വനിതാ വിഭാഗത്തിലാണ് ഇന്ത്യയുടെ മനു ഭാക്കറിന് വെങ്കലം ലഭിച്ചിരിക്കുന്നത്. സ്വർണവും വെള്ളിയും തെക്കൻ കൊറിയയുടെ താരങ്ങൾക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ വളരെ ചെറിയ മാർജിനാണ് നമുക്ക് വെള്ളി നഷ്ടമായിരിക്കുന്നത്. നോക്കൂ, മനു 10.3, കൊറിയൻ താരം 10.5. അതായത് നമുക്ക് വെള്ളി നഷ്ടമായത് 0.1. അത്രയും നേരിയ മാർജിനാണ് നമുക്ക് ആ വെള്ളി നഷ്ടമായത്.